ആൻഡ് നെയ്ഡ് എന്ന് പറഞ്ഞ മൂവിയുടെ കോസ്റ്റ്യൂം ഡിസൈനർ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ജീതു സാറിന്റെ വൈഫ് ദ വൺ ആൻഡ് ഓൺലി ലിൻഡ മാം. താങ്ക് യു സോ മച്ച്. എനിക്ക് എന്താ പറയേണ്ടതെന്നറിയില്ല. ആസ് എ ടെക്നീഷ്യൻ ആദ്യം പറയാം, ഈ വലിയ സിനിമയുടെ, ഈ നല്ല സിനിമയുടെ ഭാഗമാകാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ലാൽ സാറിനെയും പ്രിയാമണിയെയും എല്ലാവരെയും ഒരു ഡിസൈനർ എന്ന നിലയിൽ അവരുടെ കൂടെ വർക്ക് ചെയ്ത് ഈ സിനിമ അതിന് എനിക്ക് തോന്നുന്ന എല്ലാം ഏകദേശമൊക്കെ ഒത്തുവന്ന പോലെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിലൊരുപാട് സന്തോഷം. പിന്നെ ഈ സിനിമ എൻ്റെ വീട്ടിലെ സിനിമ പോലെ എല്ലാവരും, ഇപ്പം ലാൽ സാറാണെങ്കിലും ലാലേട്ടനാണെങ്കിലും ആന്റണി ചേട്ടനാണെങ്കിലും പിന്നെ ഡയറക്ടർ എൻ്റെ സ്വന്തം ആള്. അതിൻ്റെ ഒരു സന്തോഷം അതെനിക്ക് അറിയില്ല എങ്ങനെയാണ് പറയേണ്ടതെന്ന്. ഓരോ സിനിമ ചെയ്യുമ്പോഴും ഓരോ ദിവസങ്ങളും ഓരോ ഫീലാണ്. നാളെ നമുക്കൊക്കെ ഓക്കെ ആയിരിക്കും, ചിലപ്പോൾ കണ്ടു കഴിയുമ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്താവും. ആ രാത്രി എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നു 15 സിനിമയോ മറ്റായി. ആ 15 ദിവസവും അതിൻ്റെ തലേ ദിവസത്തെ ഒരു ഫീലിംഗ് ഞങ്ങളുടെ ഒരു രാത്രിയുണ്ട്. എന്താവും, ആ ഓഡിയൻസ് എങ്ങനെ എടുക്കും, അത് നന്നായിട്ട് എടുക്കുമോ, നന്നായിട്ട് വരുമോ എന്നൊക്കെ ഒരു അതെല്ലാ പ്രാവശ്യവും അതുപോലെയാണ്. പക്ഷേ എന്തോ ഈ സിനിമ എനിക്കറിയില്ല ആ മാജിക് എന്താണെന്ന്. ആ മാജിക് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് എല്ലാ സിനിമയും അങ്ങനെ ചെയ്യാൻ പറ്റും. പക്ഷേ എന്താണെന്നറിയില്ല. സ്ക്രിപ്റ്റ് വായിച്ചപ്പം നമ്മുടെ പിള്ളേർ പറഞ്ഞ പോലെ ഇത് ചെയ്യണോ, ഈ എൻ്റെ ചെറിയ മോള് ചോദിച്ചു, ഡാഡി ഒന്നുകൂടി ആലോചിക്കണം ഈ സിനിമ ചെയ്യണമെന്ന്. അതും ശാന്തിയുടെ മുമ്പ് എന്നാണ് ചോദിക്കുന്നത്. അപ്പം ഞാനും ക്യാത്തിയും പെട്ടെന്നൊന്ന് പാനിക്കായി, ശാന്തി അതെങ്ങനെ എടുക്കുന്നു. അവൾ ഓപ്പണായിട്ട് ചോദിക്കുകയാണ്, ഈ സിനിമ ചെയ്യണോ ഡാഡി ഒന്നുകൂടി ആലോചിക്കണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ ഈ സിനിമ വന്നു. എനിക്കറിയില്ല, ദൃശ്യത്തിൻ്റെ സമയത്തൊന്നും നമുക്കങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നമുക്ക് അത്ര ആയില്ല. പക്ഷെ അത് കഴിഞ്ഞ് നമ്മൾ ഒരുപാട് സിനിമ ചെയ്തു. പക്ഷെ ഇതിൻ്റെ ഒരു പ്രോപ്പർ മിക്സിംഗ് ഒന്നും കഴിഞ്ഞില്ല. എന്നാലും ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ വന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഈ പറഞ്ഞ എല്ലാ രാത്രിയിലും തലേ ദിവസം റിലീസിൻ്റെ തലേ ദിവസം രാത്രിയിൽ ഉണ്ടാകുന്ന ആ പേടി ഈ സിനിമ കണ്ടപ്പോൾ ഉണ്ടായില്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നേരത്തെ നമുക്ക് പറയാൻ പറ്റില്ല. റിലീസ് ചെയ്ത് ഇന്നിപ്പോൾ ഇതൊരു സക്സസ് ആയപ്പോൾ നമുക്കത് പറയാൻ പറ്റുന്നു. എനിക്കറിയില്ല ആ മാജിക് എന്താണെന്നറിയില്ല. എന്തോ ഇത് വർക്കാവും. കാരണം ഞാൻ ജിത്തുവിനോട് ഒരിക്കലും പറയില്ല ജിത്തു ഇത് വർക്കാവും ഒരിക്കലും പറയാം. നമ്മളെന്തെങ്കിലും അതിൻ്റെ നെഗറ്റീവ് ഉണ്ടെങ്കിൽ എപ്പോഴും ഇങ്ങനെ അതൊരു നല്ലതിന് പറയുന്നത്, ഇനി അതെങ്ങാനും വർക്കായില്ലെങ്കിലോ എന്ന് പറയുന്നതാണ്. പക്ഷേ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പം ഇത് വർക്കാകും ജിത്തു, ഇത് ഓടും. എന്താണ് ആ മാജിക് എന്നൊക്കെ അറിയില്ല. ദൈവം തോന്നിപ്പിക്കുന്നതാവാം, എല്ലാം ദൈവാനുഗ്രഹം. അങ്ങനെ പിന്നെ ഓഡിയൻസിനോടാണ് ഒരുപാട് നന്ദി പറയാനുള്ളത്. ജീത്തുവിൻ്റെ പ്രത്യേകിച്ച് ഒരു ത്രില്ലർ ചെയ്തുകൊണ്ടിരുന്നു, ത്രില്ലറെ ആക്സെപ്റ്റ് ചെയ്യുള്ളൂ എന്നുള്ളൊരു പേടിയിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. പക്ഷേ മീഡിയ ഒരുപാട് ഹെൽപ്പ് ചെയ്തു. ജിത്തു ഓപ്പണായിട്ട് പറഞ്ഞു, ഇതൊരു ത്രില്ലറല്ല, ഇതൊരു കോർട്ട് റൂം ഡ്രാമയാണ്, ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്ന് പറഞ്ഞു. അത് നിങ്ങൾ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അത് പ്രൊമോട്ട് ചെയ്യാൻ. ആ പ്രൊമോട്ട് ചെയ്ത അതിൻ്റെ ഒരു ഗുണം ഒരുപാട് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. ആളുകൾ വന്ന് കണ്ടിട്ട് ഓരോ കമൻറ്റ്സ് പറയുമ്പോഴും അവർ പറയുന്നത്, അദ്ദേഹം പറഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണെന്ന്. അതേ സെൻസിൽ എല്ലാവരും അത് എടുത്തു, ഓഡിയൻസ് അക്സെപ്റ്റ് ചെയ്തു. എല്ലാവരോടും നന്ദി. എനിക്കറിയില്ല, ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ലാലേട്ടനോട് ഒരുപാട് നന്ദി. ആന്റണി ചേട്ടൻ നന്ദി പറയുന്നില്ല, ഞങ്ങളുടെ ഫാമിലി പോലെയാണ്, അതുകൊണ്ട് നന്ദി പറയുന്നില്ല. ചേച്ചി ശാന്തി ഷീമോൻ ഞങ്ങളുടെ വീട്ടിലെ പോലെ തന്നെയാണ്. ഞങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ്. അടിയൊക്കെ കൂടുന്നുണ്ട് ഇടയ്ക്ക്, എന്നാലും കുഴപ്പമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ അത് പാച്ചപ്പായി പോകും. റൈറ്റർ എന്നുള്ളൊരു നിലയിൽ ഞാൻ പറയുന്നില്ല, എല്ലാവരും കണ്ടല്ലോ. ആസ് എ ഫ്രണ്ട്, ആസ് എ ഫാമിലി മെമ്പർ, എല്ലാവർക്കും നന്ദി, ഒരുപാട് നന്ദി. Thank you, ma'am. So next